നിങ്ങൾക്കറിയാമോ, സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം കേട്ടപ്പോൾ വിശ്വസിച്ചില്ല. അമേരിക്കയിൽ സ്ത്രീകൾക്ക് മാത്രം താമസിക്കാൻ വേണ്ടി രൂപീകരിച്ച ഒരു കമ്മ്യൂണിറ്റി ഉണ്ടത്രേ. അയ്യോ, സോഷ്യൽ മീഡിയയിലെ മറ്റൊരു കഥയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാൻ ഗൂഗിളിലും വിക്കിപീഡിയയിലും കയറി ഇതിനെപ്പറ്റി ഒന്ന് പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, സംഭവം സത്യം തന്നെയാണ്. വിമൻസ് ലാൻഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ പ്രസ്ഥാനം 1970കളിൽ അമേരിക്കയിൽ ആരംഭിച്ചതാണ്. അന്ന് സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾ ശക്തമായിരുന്ന കാലം. പക്ഷെ ചില വിഭാഗത്തിലെ സ്ത്രീകൾക്ക് ഒരു പ്രത്യേകം പരാതി ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ട ഇടങ്ങളിൽ പോലും അവരുടെ ശബ്ദത്തിന് വേണ്ടത്ര പ്രാധാന്യം കിട്ടുന്നില്ല എന്ന് അവർക്ക് തോന്നി. അതോടൊപ്പം സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന വിവേചനങ്ങളും അക്രമങ്ങളും അത് വേറെ വഴിയിൽ. അപ്പോൾ ചില സ്ത്രീകൾ ഒരു വലിയ ചോദ്യം ചോദിച്ചു, നമുക്ക് നമ്മുടെ രീതിയിൽ ജീവിക്കാൻ ഒരു ലോകം പണിതാൽ എന്താണ് പ്രശ്നം? അങ്ങനെയാണ് ഈ വിമൻസ് ലാൻഡ് കമ്മ്യൂണിറ്റികൾ ജനിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയിലെ ഒറഗൺ സംസ്ഥാനത്തിന്റെ തെക്കേ ഭാഗങ്ങളിലാണ് ഈ ഒരു കമ്മ്യൂണിറ്റി കാണപ്പെടുന്നത്. അവിടെ ഫ്ലൈ അവേ ഹോം, വുമൻ ഷെയർ, സ്റ്റെപ്പിംഗ് വുഡ്സ്, ഔൾ ഫാം എന്നിങ്ങനെ നിരവധി കമ്മ്യൂണിറ്റികൾ ആ സമയം രൂപപ്പെട്ടു. ഇനി ഏറ്റവും രസകരമായ ഒരു കാര്യം കേൾക്കണോ? അവിടെ പുരുഷന്മാർക്ക് താമസിക്കുവാൻ അനുവാദമില്ല. ചില സ്ഥലങ്ങളിൽ പുരുഷന്മാർക്ക് സന്ദർശിക്കാൻ പോലും അനുവാദമുണ്ടായിരുന്നില്ല. ചിലപ്പോൾ സ്വന്തം മക്കൾ പുരുഷന്മാരാണെങ്കിൽ അവർക്ക് പോലും വരാൻ പറ്റില്ല എന്ന് സാരം. അത് പുരുഷന്മാരെ വെറുത്തത് കൊണ്ടല്ല കേട്ടോ. ഞങ്ങൾ പുരുഷന്മാർക്ക് എതിരെയൊന്നുമല്ല. ഞങ്ങൾക്ക് കുറച്ചു കാലത്തേക്ക് പുരുഷന്മാരില്ലാത്ത ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് അനുഭവിക്കാനാണ് ആഗ്രഹം എന്നാണ് അവർ പറഞ്ഞത്. അവരുടെ ജീവിത രീതി കേട്ടാൽ ഇന്നത്തെ തലമുറയ്ക്ക് അതിശയം തോന്നും. പലരും മലമുകളിലും കാടുകൾക്കിടയിലും ഒക്കെയാണ് താമസിച്ചിരുന്നത്. സ്വന്തം കൈകൊണ്ട് വീട് പണിതു, കൃഷി ചെയ്തു, മരങ്ങൾ വെട്ടി വിറക് ശേഖരിച്ചു. ചിലർ യട്ട് എന്ന കൂടാര വീടുകളിൽ ജീവിച്ചു. ഇന്റർനെറ്റ് ഇല്ല, മൊബൈൽ സിഗ്നലുകളില്ല. ചില സ്ഥലങ്ങളിൽ ഇൻഡോർ ബാത്റൂമുകൾ പോലും ഇല്ല. 5 ഗാലൻ ബക്കറുകളാണ് ടോയ്ലറ്റായിട്ട് പോലും ഉപയോഗിച്ചിരുന്നത്. ശൈത്യകാലത്ത് വിറകടുപ്പുകൾ കത്തിച്ചാണ് ചൂട് കണ്ടെത്തിയിരുന്നത്. വേനൽക്കാലത്താവട്ടെ കൃഷിയും പഴങ്ങളും പ്രകൃതിയുമായിരുന്നു അവരുടെ ജീവിതം. അവർ ചേർന്ന് ഇക്കനിക്സ് പോലുള്ള പ്രകൃതി ആഘോഷങ്ങൾ ആ സമയത്ത് നടത്തിയിരുന്നു. വർഷങ്ങൾക്കിപ്പുറം പല കമ്മ്യൂണിറ്റികളും ചെറുതായി. കാരണം യുവതലമുറയ്ക്ക് ഇത്തരമൊരു ഓഫ് ഗ്രിഡ് ജീവിതം അത്ര ആകർഷണമല്ല എന്നുള്ളത് തന്നെ കാരണം. ഇന്നവിടെ ജീവിക്കുന്നവരിൽ പലരും 70, 80 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളാണ്. അവർക്കിപ്പോൾ ഒരു വലിയ ആശങ്കയുണ്ട്, ഞങ്ങൾക്ക് ശേഷം ഈ സ്ഥലങ്ങളൊക്കെ ആരാണ് നോക്കിക്കാണുക? കാരണം അവർ വെറും വീടുകൾ പണിതല്ല, ഒരു ആശയം പണിതു. സ്ത്രീകൾക്ക് തങ്ങളുടേതായൊരു ലോകം തന്നെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന ആശയം. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് മറ്റൊന്നാണ്. നമ്മൾ ഇന്ന് കമ്മ്യൂൺ, ഓഫ് ഗ്രിഡ് ലിവിങ്, ഹോംസ്റ്റെഡ്, സസ്റ്റൈനബിൾ ലൈഫ് എന്നൊക്കെ പറയുന്ന ഇൻസ്റ്റഗ്രാമും യൂട്യൂബിലും കാണുന്ന പല കാര്യങ്ങളും ഈ സ്ത്രീകൾ 50 വർഷം മുൻപേ ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഈ ആശയത്തോട് യോജിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം സമ്മതിക്കാതെ വയ്യ. ഒരു ദിവസം അവർ ലോകത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലമില്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഒരു ലോകം പണിയും. അങ്ങനെ അവർ ശരിക്കും ഒരു ലോകം തന്നെ പണിതു. താങ്ക് യു.